അവിടുത്തെ ക്രിമിനൽ കേസിൽ നമുക്ക് വേറെ ആരെയും നമുക്ക് ഇൻവോൾവ് ചെയ്യാനോ നമ്മുടെ നാട്ടിലെ പോലെ MLA മന്ത്രിയോ അങ്ങനെയൊന്നും വിളിക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ ആരെങ്കിലും വിളിച്ച് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ അവർ വേറെ കേസെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫോണിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതവിടെ ഇരുന്ന് ചെല്ലാൻ തുടങ്ങി. കുറേ നേരം ചെല്ലി. എന്നാ ചെയ്യണമെന്ന് വേറെ ഒന്നും അറിയത്തില്ല, അത് മാത്രമേ എനിക്കപ്പോൾ തോന്നിയുള്ളൂ. ഞാൻ അത് കുറേ നേരം ചെല്ലി കഴിഞ്ഞപ്പോൾ 12:30 ആയപ്പോൾ വൈഫ് എന്നെ വിളിച്ചു. വൈഫ് കരഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. എന്നോട് പറഞ്ഞു പ്രശ്നം ഭയങ്കര സീരിയസ് ആണ്, എൻ്റെ പേര് കേസാണ്, അവർ പറയുന്നത് ഞാൻ ജയിലിൽ പോകേണ്ടി വരും, എൻ്റെ വിസ ക്യാൻസൽ ചെയ്ത് എന്നെ നാട്ടിൽ പറഞ്ഞു വിടും, അല്ലെങ്കിൽ ഫൈൻ അടിക്കും, ഹ്യൂജ് എമൗണ്ട് ഫൈനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ കരഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ അവിടെ ചെന്ന് ഞാൻ ആശ്വസിപ്പിച്ചു, കുറച്ച് കുടിക്കാൻ വെള്ളമൊക്കെ കൊടുത്ത്. അപ്പോൾ അവരെന്നെ അകത്തെന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ലല്ലോ. അപ്പം ഞാൻ കുറച്ച് ആശ്വസിപ്പിച്ച് അവൾ കുറച്ച് ചോദിച്ചതെന്നാന്ന് വെച്ചാൽ ഇതിന് മുമ്പ് എന്നാണ് സിംഗപ്പൂർ എൻ്റർ ആയത്, വിസയുടെ ഡേറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചത്. അപ്പോൾ അത് കുറച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് ഞാൻ കയറ്റി വിട്ടു. അപ്പോൾ പിന്നെ തിരിച്ചു വരുന്ന 5 മണിയായപ്പോഴാണ്. 5 മണിയായപ്പോൾ എന്നെ വിളിച്ചു. അപ്പോൾ ഇമിഗ്രേഷൻ ഓഫീസർ പറഞ്ഞു എന്നെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാമെന്നും പറഞ്ഞ് ഞാൻ ചെന്നു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് വൈഫിൻ്റെ പേരിൽ മാത്രമല്ല കേസ് എൻ്റെ പേരിലുണ്ടെന്ന്. അപ്പോൾ എനിക്കപ്പോൾ പെട്ടെന്നൊരു ഷോക്കായിപ്പോയി. കാരണം ഒരു പെറ്റി കേസിൽ പോലും പെടാത്ത ഞങ്ങളുടെ രണ്ടുപേരുടെയും ബേസിൽ സിംഗപ്പൂർ പോലെയുള്ള ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. അവിടെ കേസിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തീർന്നു കൂട്ടിയാൽ മതി. അങ്ങനെയുള്ള സമയത്ത് ഒരു കേസിൽ പെടുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പം ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര ചില്ല്, റിലാക്സ്, ഭയങ്കര എപ്പോഴും TV ഓണ്, ഭയങ്കര ഇതായിട്ടുള്ളൊരു വീടായിരുന്നു. ഈ കേസുമായിട്ട് ഞങ്ങൾ രണ്ടുപേരുടെയും പേര് കേസാണെന്നും അറിഞ്ഞ് ഞങ്ങളെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് മിണ്ടണമെന്നോ എന്ത് പറയണമെന്നൊന്നും അറിയത്തില്ല. കുറച്ച് ദിവസം ഞങ്ങളുടെ വീടൊരു മരണ വീട് പോലെയായിരുന്നു. പിന്നെയാണ് ഉടമ്പടി, കാരണം ഇതിനകത്ത് ദൈവികമായിട്ടല്ലാതെ മാനുഷികമായിട്ട് ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ വൈഫ് ഓൾറെഡി അവിടെ ഉടമ്പടിയിലാണ്, ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം ഇതല്ലാതെ വേറൊരു ഇതിലും ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റത്തില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, നോയമ്പെടുക്കാൻ തുടങ്ങി. ഞാനും വൈഫും കൂടെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ശാരീരികമായ വിശുദ്ധി മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങി. ഈ കേസ് തീരുന്നവർ വരെ ചെയ്യാമെന്ന് ചിരിച്ചു. കാരണം ഇത് സീരിയസ് ആയിട്ടുള്ള ക്രൈമാണ്. കാരണം 1 വർഷം വരെ തടവ് ഒരു കേസിന് കിട്ടും. 4000 സിംഗപ്പൂർ ഡോളർ പിഴയുണ്ട്. എൻ്റെ പേരിൽ 3 കേസും വൈഫിൻ്റെ പേരിൽ 3 കേസും. അപ്പോൾ മൊത്തം 6 ക്രിമിനൽ കേസാണ്. എല്ലാം ക്രിമിനൽ കേസുകളാണ്. അപ്പോൾ ക്രിമിനൽ കേസിൻ്റേതായ കോംപ്ലിക്കേഷൻസ് വേറെയുണ്ട്. അപ്പം ആ സമയത്താണ് എൻ്റെ വൈഫിന് നാട്ടിൽ വരാൻ വേണ്ടി ഒരു 4 days ലീവ് ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് വൈഫിൻ്റെ വിസ സ്റ്റിൽ ഓണാണ്. അപ്പം അവിടെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിനോട് ചോദിച്ചു നാട്ടിൽ പോകുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ചോദിച്ചു. പറഞ്ഞില്ലെന്ന് പറഞ്ഞു. അപ്പോൾ വൈഫ് ഇവിടെ വന്നു ഉടമ്പടി പുതുക്കി. അതിന് ജോസഫ്